എന്തോ പറയാനാ, മൊത്തം സ്ക്രാച്ചായി. ഇതുപോലത്തെ നാരോ റോഡ്സിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ ഉണങ്ങിയ കമ്പുകളും പിന്നെ കല്ലൊക്കെ തെള്ളിയിരിക്കുന്നതൊക്കെ കൊണ്ടിട്ട് എൻ്റെ വണ്ടി മൊത്തം സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഏതായാലും ഇന്നാൾ ഇതുപോലെ കുറച്ച് സ്ക്രാച്ച് വീണതാണ്. അത് ഞാൻ പെയിൻ്റ് അടിക്കാൻ കൊണ്ടുപോയപ്പോൾ 5000 രൂപ വെച്ചാണ് ഓരോ ഡോറിനും പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കോസ്റ്റ് അവർ പറഞ്ഞത്. അപ്പം 2-3 ഡോർ അടിക്കുമ്പോഴത്തേക്ക് 10-15,000 രൂപ കൈ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് നോർമൽ ഒരു സ്വിഫ്റ്റ് കാറിനെയാണ്. പക്ഷേ ഇതുപോലൊരു പ്രീമിയം കാറിനെ ആണെങ്കിലോ എന്ത് പൈസയായാലും റീപെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. അതാണ് PPF കോട്ടിങ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഓട്ടോടോക്സ് കൊച്ചിയിൽ വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ PPF കോട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ PPF കോട്ടിങ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡ്രൈവിങ്ങിൽ കുറേ കാര്യങ്ങൾ പറ്റാറുണ്ട് നമ്മുടെ വാഹനത്തിൽ. നമ്മൾ അതറിയാതെ പോകുന്നു. കുറേ നാൾ കഴിഞ്ഞായിരിക്കും വാഹനത്തെ സൂക്ഷിച്ച് നോക്കുമ്പോഴായിരിക്കും അതിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ ബേർഡ്സിൻ്റെ ഡ്രോപ്പിങ്സും അതുപോലെ വേറെ വണ്ടിയിൽ നിന്നൊക്കെ കല്ല് വന്നടിക്കുന്നതും ചെറിയ ചെറിയ കമ്പുകൾ കൊണ്ട് വരയുന്നതും പിന്നീട് ഇപ്പോഴത്തെ വെയിലിൻ്റെ ഒക്കെ ഒരു ചൂടറിയാലോ, അതിൻ്റെ അൾട്രാവയലറ്റ് റേസ് ഡയറക്റ്റ് കാതിലോടടിക്കുമ്പം അതിന് കാറിൻ്റെ പെയിൻറ്റിന് കുറച്ച് ഇഷ്യൂസ് വരുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഒരു കോട്ടിംഗ് ഇല്ലാത്ത കാറിന് സംഭവിക്കുന്നത്. അതേസമയം ഒരു കോട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ വിവരിക്കാനായിട്ട് ഓട്ടോടോക്സ് കൊച്ചിയിലെ അശ്വിൻ ബ്രോയെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം അശ്വിൻ ബ്രോ എത്തിയിട്ടുണ്ട്. അശ്വിൻ ബ്രോയോട് നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വാഹനത്തിൽ ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു PPF കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്നുള്ളത്. അപ്പം ആൾക്കാരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാമല്ലോ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം എന്തൊക്കെയാണ് PPF കോട്ടിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ? മീൻസ് നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് ചെറിയ കമ്പുകളൊക്കെ കൊണ്ട് ഒരയുന്ന ആ ഒരു സ്ക്രാച്ചസ് വരില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ PPF ചെയ്ത ആൾ എന്ന് പറയുമ്പോൾ വണ്ടി ഇപ്പോൾ തട്ടിയാൽ പോലും പെയിന്റിന് ഇഷ്യൂസ് ഉണ്ടാവില്ല. ഈ PPFന് ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. പ്രൊട്ടക്ഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. ഒരു ലെയർ മുകളിൽ ഇരിക്കുന്നുണ്ട്, ഒരു ഫിലിം മുകളിലുണ്ടാവും. അപ്പോൾ ചെറിയ ബട്ടൺ വന്നാൽ പോലും പെയിന്റിലോട്ട് വരുന്ന ഈ ഫിലിമിനെ വരത്തുള്ളൂ. അതിപ്പോൾ നമുക്ക് പെയിന്റിങ് ഇപ്പോൾ ഒരു പെയിന്റിങ് ജോബ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് അറിയാലോ. അതെ. കാരണം എനിക്ക് ഓരോ ഡോറിൽ ചെറിയ സ്ക്രാച്ചേ വന്നിട്ടുള്ളൂ. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഡോർ പെയിന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം സ്വിഫ്റ്റിനൊക്കെ എന്ത് എമൗണ്ട് ആവുന്നുള്ളത് നമുക്ക് ഊഹിക്കാം, ഒരു 5,000 താഴെ വരുള്ളൂ. പക്ഷേ ഒരു പ്രീമിയം കാറോ അല്ലെങ്കിൽ വലിയൊരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വരും. അതുപോലെ UV റേസിന്റെ കാര്യമുണ്ടല്ലേ ഇതില്. സ്ക്രാച്ച് പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമല്ല, സ്ക്രാച്ച് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഒരു സൈഡാണ്. അതുപോലെ തന്നെ UV പ്രൊട്ടക്ഷൻ ഉണ്ടാവും. വണ്ടി ഇപ്പോൾ വെയിലത്ത് കിടന്നാലും ഫെയ്ഡിങ് ഇപ്പോൾ എല്ലാവർക്കും വണ്ടി കുറച്ച് നാളായി കഴിയുമ്പോൾ ആ ഒരു പുതുമ നഷ്ടപ്പെടും, ആ ഒരു കളർ ഫെയ്ഡോ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന വാട്ടർ മാർക്കുകളാണ്. വെള്ളം വണ്ടിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരു വെള്ള ഡോട്ട് പോലെ വരും. അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. കാരണം ഇതിൽ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. ഒഴുകി പോകുന്ന പോലെ വണ്ടിയിൽ വീണ് ഒഴുകി പോക്കോളും. വാഷ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നു. വാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ മുമ്പ് വാഷ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് പിന്നീട് വരില്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രഷർ വാഷ് ഇട്ട് അടിക്കുന്നവരാണെങ്കിൽ ചുമ്മാ അടിച്ചു വിട്ടാൽ മതിയോ. പുറത്ത് വാഷിംഗ് കൊടുക്കണമല്ലോ. വാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ചെളി കറ കാര്യങ്ങളൊന്നും പറ്റി പിടിച്ചിരിക്കില്ല. ശരി. അപ്പോൾ മന്ത്ലി വൺസ് നമ്മൾ പുറത്ത് വാഷിംഗ് കൊടുക്കുന്ന പൈസയും നമുക്ക് രീതിയിലായിരിക്കും ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഓട്ടോടോക്സ് തിരഞ്ഞെടുക്കണം ആളുകൾ ഇത് ചെയ്തവരെ? നമുക്ക് ശരിക്കും എല്ലാവരും PPF എന്ന് പറയുമ്പോൾ PPF ചെയ്യുക ആ ഒരു സംഭവം മാത്രമാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ഈ ഡീറ്റെയിലിങ്ങിനാണ് ഓട്ടോടോക്സിലോട്ട് വരേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഓരോ പാർട്ട് ചെയ്യാൻ നമുക്ക് ഓരോ ടൂൾ ഉണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് പോളിഷ് ചെയ്യുന്ന ഇത് വെച്ചിട്ടായിരിക്കില്ല ബാക്കി ഏരിയാസ് നമ്മൾ ചെയ്യാം. അപ്പം ഈ ഗ്രില്ലൊക്കെ ഈ ചെറിയ പാർട്സ് ഒക്കെ എങ്ങനെ ചെയ്യും? നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ വലിയ മെഷീൻ വെച്ചിട്ടായിരിക്കും ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് നമ്മുടെ പോളിഷിംഗ് മെഷീൻ കയറില്ല. അപ്പൊ നമുക്ക് ഇതിനെല്ലാം സ്പെസിഫിക് ടൂൾസ് ഉണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് കയറുന്ന ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്. അതുപോലെ ലോഗോ പോളിഷിംഗ് ചെയ്യാനായിട്ട് നമുക്ക് മെഷീൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ചെയ്തിട്ട് അത് വെച്ച് തന്നെ അല്ല ഇതിൽ ചെയ്യാം. ഇതിന് വേറെ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് ഓരോന്നിനും ഓരോ ടൂളുണ്ട്. അതുപോലെ ഇപ്പൊ ഇന്റീരിയർ ചെയ്യാനാണെങ്കിലോ അതിനെല്ലാം നമുക്ക് വേറെ കോമ്പൗണ്ട്സ് ടൂൾസ് കാര്യങ്ങളുണ്ട്. ഒരു പെർഫെക്റ്റ് വർക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് ടൂൾ വേണം. അതുപോലെ അത് ചെയ്യാൻ അറിയുന്ന റൈറ്റ് പ്രൊഫഷണൽ കൂടി വേണം. ഇതിന് രണ്ടും പോരാ, നമുക്ക് ടൈം കൂടി വേണം. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് ഒരു പെർഫെക്റ്റ് വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതെ. ഇപ്പം പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു ഫുൾ വർക്ക് PPF ചെയ്തെടുക്കണമെങ്കിൽ 3 days മിനിമം വേണം. സെറാമിക് ആണെങ്കിൽ നമുക്ക് 3 days എടുക്കും. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഡീറ്റെയിലിംഗ് ആണ്.
ഈ ഡീറ്റെയിലിങ്ങിനാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുക. ഇപ്പോൾ ഡോറിന്റെ ലോക്കിലൊക്കെ നമ്മൾ എപ്പോഴും തുറക്കുന്നില്ല, അപ്പം നമ്മുടെ നെയിൽസിന്റെ പാടൊക്കെ അവിടെ വരില്ലേ, അപ്പോൾ അതൊക്കെ ഈ പോളിഷിംഗിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ടൂൾസ് ഉണ്ട്. ആ ഒരു ഏരിയയിലോട്ട് വരും നമുക്ക് ടൂൾ എത്തിക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ടൂൾസ് നമുക്കുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൂളാണ് നമ്മുടെ കയ്യിൽ. പിന്നെ അത് മെയിനായിട്ട് എപ്പോഴും സ്ക്രാച്ച് വരുന്ന ഏരിയ ആണ്. കാരണം നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് സ്ക്രാച്ച് വരുന്ന ഏരിയ ആണ് ഈ ഡോർ ഹാൻഡിൽസ്. അവിടുത്തെ സ്ക്രാച്ചുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് അതിന്റെ മണ്ടയ്ക്ക് നമുക്ക് കോട്ടിങ് ചെയ്യാൻ പറ്റും. പക്ഷേ പെയിന്റ് കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റില്ല. പെയിന്റ് കട്ട് ആണെങ്കിൽ നമുക്ക് പെയിന്റിങ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പെയിന്റ് കട്ടിന് മുമ്പ് കിട്ടിയാലാണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിന്റ് കട്ട് വരുന്നതിന്റെ സാധ്യതയും കുറയും. വരില്ല എന്ന് പറയാനൊക്കെ ഇല്ല. അത്യാവശ്യം നല്ല സ്ക്രാച്ച് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വണ്ടി ഇപ്പൊ ഒരു പട്ട് തട്ടി കഴിഞ്ഞാൽ PPF കയറിപ്പോകും. അത് PPF അല്ല എന്ത് ചെയ്താലും കയറിപ്പോകും. അതൊരു കോട്ടിംഗ് ആണ്, ശരിക്കും ഒരു ഫിലിമാണ്, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമാണ് PPF എന്ന് പറയുന്നത്. അപ്പം ഒരു പരിധി വരെ നമുക്കിപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്ന സെൽഫ് ഹീലിംഗ് ആണ്. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് ചെറിയ സ്ക്രാച്ചുകൾ വരുന്നത് സെൽഫായിട്ട് ഹീലായി പോകും. ചെറിയ സ്ക്രാച്ചുകൾ സെൽഫായിട്ട് ഹീലായി പോകും. അപ്പം PPF കോട്ടിംഗ് ചെയ്തിട്ടില്ലാത്തൊരു വണ്ടിയിൽ ആദ്യം ചെയ്യുന്നത് ചെറിയ സ്ക്രാച്ചുകളെല്ലാം മാറ്റുക, പോളിഷ് ചെയ്ത് കളയാനുള്ളതാണ്. പോളിഷ് ചെയ്ത് റെഡിയാക്കും. പോളിഷ് വെച്ചാൽ നമ്മൾ എല്ലാ ഏരിയാസും നമുക്കിപ്പോൾ ചെറിയ മൈന്യൂട്ട് ഏരിയാസ് വരെ നമ്മൾ പോളിഷ് ചെയ്തിട്ടായിരിക്കും അത് PPF ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയാസൊക്കെ നമ്മൾ പോളിഷ് ചെയ്തിട്ടായിരിക്കും ചെയ്യണം. അതിനുശേഷമായിരിക്കും നമ്മൾ PPF അല്ലെങ്കിൽ സെറാമിക് ചെയ്യാം. സെറാമിക് ആണെങ്കിലും PPF ആണെങ്കിലും ഫസ്റ്റ് ഡീറ്റെയിലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഈ PPF ഫിലിം ഒട്ടിക്കും. അപ്പോൾ ഇത് എത്ര വർഷമാണ് ഇതിന്റെ ഒരു വാറണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് സെറാമിക്കിന് 2 വർഷം വാറണ്ടി വരുന്നത്. PPFിലോട്ട് വരുമ്പോൾ നമുക്ക് 2 വർഷം വാറണ്ടി ഉണ്ട്, 5 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ എന്താ 2 ടൈപ്പ് ഫിലിംസ് ആണോ? ഫിലിംസ് ഡിഫറെന്റ് ആയിരിക്കും. 2 ഇയറിന് യൂസ് ചെയ്യുന്ന ഫിലിമും 5 ഇയറിന് യൂസ് ചെയ്യുന്ന ഫിലിമും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒത്തിച്ച് കുറച്ച് വർഷം ഇത് മാറ്റണമെന്ന് തോന്നി കഴിഞ്ഞാലോ നമുക്കിത് റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റിന് യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. എല്ലാവരുടെയും കൺസേൺ ആണത്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരെന്നുള്ളത്. കാരണം പല ലോക്കൽ സ്ഥലങ്ങളിലും ഇത് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരാ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹീറ്റ് ചെയ്തല്ല ഒട്ടിക്കുക. ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം. ഹീറ്റ് ചെയ്യാണ്ട് ഒട്ടിക്കുന്നതുകൊണ്ട് നമുക്കിത് ഈ വാറണ്ടി പറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം വണ്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഷൈനിങ് അതുപോലെ തന്നെ ഉണ്ടാവും. UV പ്രൊട്ടക്ഷൻ കൊണ്ട് വണ്ടിയുടെ കളർ കാര്യങ്ങളൊന്നും ഫെയ്ഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈക്സും കോട്ടിങ് ചെയ്യാറുണ്ടല്ലോ, PPF കോട്ടിങ്, സെറാമിക് കോട്ടിങ് എല്ലാം ചെയ്യാറുണ്ട്. ബൈക്കിൽ നമ്മൾ സെറാമിക് PPF കോട്ടിങ് 2 ചെയ്യാറുണ്ട്. കാറിൽ 3 ദിവസമൊക്കെ എടുക്കും. ഇതിന് എത്ര സമയം എടുക്കും? കാർ അത്ര ഏരിയ ആണല്ലോ, അതുകൊണ്ടാണ് 3 ദിവസം എടുക്കുന്നത്. ബൈക്ക് നമുക്ക് 1 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. തലേ ദിവസം വിളിച്ചിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ രാവിലെ തരാണെങ്കിൽ വൈകിട്ട് ആവുന്നതിന് വർക്ക് തീർന്നാവും തിരിച്ചു കൊടുക്കാൻ പറ്റും. ബൈക്കിന് ഉണ്ടാവും. ബൈക്കിനപ്പോൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്യണോ അതോ സ്പെസിഫിക് പോർഷൻ? ഇപ്പോൾ നമുക്ക് ഫുൾ ബോഡി ആയിട്ട് ചെയ്യണമെങ്കിൽ ഫുൾ ബോഡി ആയിട്ട് ചെയ്ത് കൊടുക്കണം. അതല്ല ഇപ്പോൾ കസ്റ്റമറിന്റെ ടാങ്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് പോർഷൻസ് മാത്രമായിട്ടോ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ബൈക്ക് ചെയ്യുമ്പോൾ പല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്താണോ ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിൽ? നമുക്ക് പോളിഷ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഓരോ പോർഷനും നമ്മൾ ഓരോ എക്യുപ്മെന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യും. ഒരിടത്തെ അഴുക്കും മിസ്റ്റേടത്തോട്ട് ചെന്ന് പിടിക്കില്ല. പിന്നെ നമുക്കിവിടെ ഗ്ലോസി PPF ഉണ്ട്, മാറ്റ് PPF ഉണ്ട്. ഇപ്പൊ ഒരു മാറ്റ് വണ്ടി ആണെങ്കിൽ നമുക്ക് മാറ്റ് PPF തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു കളർ കാര്യങ്ങൾ മാറ്റ് ഫിനിഷ് അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും. അതേപോലെ തന്നെ ആ സെയിം ഫിനിഷ് തന്നെ കിട്ടും. അപ്പൊ മാറ്റ് വണ്ടി എടുക്കുന്നവർ ആ ഒരു മാറ്റ് ഫിനിഷ് ഇഷ്ടപ്പെടുന്നതായിരിക്കും എടുക്കുക. അപ്പൊ മാറ്റ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ പ്രൊട്ടക്ഷനും ഉണ്ടാവും, ആ ഒരു മാറ്റ് ഫിനിഷ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും. അപ്പോൾ ഈ PPF കോട്ടിംഗ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അവർക്ക് വേറെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടെന്ന് ഇന്നാൾ പറഞ്ഞിരുന്നു. അതായത് കൂടുതൽ സ്ക്രാച്ച് വരുന്നിടത്ത് PPF ചെയ്യും, ഇല്ലാത്തടത്ത് സെറാമിക് ചെയ്താനുള്ള ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഒരു വണ്ടി റീപെയിന്റ് ചെയ്യുന്ന കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ PPFന്റെ കോസ്റ്റ് കുറവാണ്. ഒരു വണ്ടി റീപെയിന്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ബഡ്ജറ്റ് കുറവാണ്. ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ ടൈറ്റ് നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് സ്ക്രാച്ച് വരുന്ന ഏരിയാസ് മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, ഡോർ ഹാൻഡിൽസ്, മിറർ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. കൂടുതൽ സ്ക്രാച്ച് ആവുന്നിടമൊക്കെ PPF മെയിൻ ആയിട്ട് സ്ക്രാച്ച് വരുന്ന ഏരിയാസ് മാത്രം PPF ചെയ്ത് ബാക്കി സെറാമിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ BMWന്റെ വിൻഡോയിൽ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നത് കണ്ടു. അതെന്താ സംഭവം? അത് നമ്മൾ ഇപ്പോൾ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസിലോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് വിഷൻ പ്രോപ്പർ ആവില്ലല്ലോ. അതുപോലെ തന്നെ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലാസിൽ വെള്ളം വരുന്നത് അപ്പോഴും വിഷൻ പ്രോപ്പർ ആവില്ല. നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. വിൻഷീൽഡിൽ വെള്ളം ഇരിക്കത്തില്ല. ഈ ലൈറ്റിന്റെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാം. ഓപ്പോസിറ്റ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിക്കുന്ന ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ഇതിനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടത്തില്ല അതിന്. കാരണം ഈ വൈപ്പർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടും ഗ്ലാസ് നമ്മൾ പൊക്കയുന്ന അതിന് ചെയ്യുന്നതുകൊണ്ടും ആ ഒരു കോമ്പൗണ്ട് നമുക്ക് ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടത്തില്ല. ഇപ്പോഴും ഈ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് അത് പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒത്തിരി നാൾ ഇരിക്കുമെന്ന്.
പിന്നെ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി ഇനി ഇന്റീരിയറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്റീരിയറിൽ ഇതുപോലെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഇന്ത്യയിൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ നമുക്ക് ലെതറിൽ യൂസ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ആ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾക്ക് ലെതറിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഡാഷ് ബോർഡിലായാലും അതിന് സ്പെസിഫിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ പാർട്സ് ചെയ്യാനും ഓരോ ടൂൾസും ഓരോ കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഓരോ ടൂൾസും ഓരോ കോമ്പൗണ്ട്സും റൈറ്റ് പ്രൊഫഷണലും ഉണ്ടാവും. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടു വന്നവർക്ക് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 10% ഡിസ്കൗണ്ട് തന്നെ ചെയ്തു. 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വണ്ടി കൊണ്ടുവരുന്നവർക്ക്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. നമുക്ക് PPF കോട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി PPF കോട്ടിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഓട്ടോടോക്സ് കൊച്ചിയുമായിട്ട് ബന്ധപ്പെടുക. അമ്പാട്ടുകാവ് നമ്മുടെ പില്ലർ നമ്പർ 137 ആണ് പില്ലർ നമ്പർ വരുന്നത്. അപ്പം നിങ്ങളുടെ വണ്ടി കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും.